കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നായിരുന്നു. ബി.ജെ.പി. കൗൺസിലർ, അത് വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലർ ആയിരുന്ന സുഗതനെ ഒരു അറസ്റ്റ് ചെയ്തു, കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്തു. അതിനെതിരെ ഒരുപാട് ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തിയിരുന്നു, മേയർ വരെ വന്നിരുന്നു. ഇന്നിപ്പം മുൻ DGP ആയിരുന്ന ശ്രീലേഖ പോലീസിനെതിരെ സംസാരിച്ചാണ് വന്നിരുന്നത്. ഒരു DGP ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സുഗതന്റെ കേസ് എന്താണ്? കോടതിയിൽ നിന്നും കോടതിയാണ് സുഗതനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പറയുന്നത്. അതായത് ഒരു കാപ്പ കേസ് പ്രതി ഒരു വധശ്രമത്തിന് അയാൾക്ക് ജാമ്യം കൊടുക്കുന്നു, ജാമ്യം നിഷേധിക്കുന്നു കോടതി. ജാമ്യം നിഷേധിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പറയുന്നു. അപ്പോൾ പോലീസിന്റെ പണി എന്താണ്? അവിടെ പോയി അയാളെ അറസ്റ്റ് ചെയ്യുക. പോലീസ് സ്വാഭാവികമായിട്ടും അയാളെ വീട്ടിലേക്ക് ചെല്ലുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ഒളിവിലായിരുന്നു എന്നുള്ള വാർത്തയായിരുന്നു. പിന്നീട് വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള സന്ദേശം കിട്ടിയതിന്റെ പുറകെ പോലീസ് അവിടെ ചെല്ലുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവിടെയുള്ള ആളുകൾ ചെയ്തത്. ഇപ്പോൾ സുഗതന്റെ സുഹൃത്തുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അവരെല്ലാം വലിയ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും പോലീസിന് എന്താണ്, പോലീസിനെ ആക്രമിക്കാൻ ചെല്ലുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പോലീസിനെ ഇപ്പോൾ നമ്മൾ EDയുടെ വിഷയത്തിൽ കണ്ടതാണ്. പോലീസ് ഒന്ന് അയഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും EDയുടെ വണ്ടി മൊത്തത്തിൽ നശിപ്പിക്കുന്നതും ആക്രമിക്കാൻ ചെല്ലുന്നതും ED അവർ ആക്രമിക്കാൻ ചെല്ലുന്നൊരു കാലഘട്ടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൗൺസിലറായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ, അതും ഒരു കാപ്പ കേസ് പ്രതി ഗുണ്ടാ ലിസ്റ്റുള്ള ഒരാൾ, അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ കരുതലുണ്ടാവണം. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് എപ്പോഴും വെടി ഉതിർക്കാനുള്ള അങ്ങനെ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പോലീസിന്റെ ജീവന് ഭീഷണി വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തോക്കെടുക്കാനുള്ള അവകാശം പോലീസിനുള്ളൂ. അല്ലാതെ ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള രീതിയൊന്നും പോലീസിനില്ല. പക്ഷേ ഇതേ സമയം ശ്രീലേഖ IPS ആയിരുന്നുവെങ്കിൽ, ഇതിനു മുമ്പ് ഇവര് DGP ആയിരുന്നല്ലോ, ഇവര് പോലീസിലായിരുന്നല്ലോ, ഇവരും ഇത്തരത്തിലുള്ള കേസുകൾ കണ്ടു വളർന്ന ആളുകളല്ലേ. അപ്പോൾ ഈ ശ്രീലേഖ IPSന്റെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവർ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാം ആ ഡിസിപ്ലിനിൽ പോലീസ് എന്താണോ പറയുന്നത് അതിനു വേണ്ടി മാത്രം വന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഒരു BJP കൗൺസിലർ ആയതിനു ശേഷം ശ്രീലേഖ IPSന്റെ മട്ടും ഭാവവും മൊത്തം മാറി. എങ്ങനെയാണോ ഒരു പോലീസ് സേനയെ അധിക്ഷേപിക്കാൻ കഴിയുന്നത്, രാഷ്ട്രീയക്കാർ പോലീസിനെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, കാക്കിക്കുള്ളിൽ പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കത്തില്ല. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോൾ ശ്രീലേഖ IPS മുന്നോട്ട് പോകുന്നത്. ഇവരും ഈ കാലഘട്ടത്തിലൂടെ കടന്നു വന്നതാണ്. അപ്പോൾ സുഗതനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രീലേഖയ്ക്ക് വിമർശിക്കാൻ എന്താണുള്ളതെന്ന് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തോക്കിന്റെ കാര്യത്തിലാകാം, ഒരു പോലീസുകാരെ അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത ആൾക്കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ആകാശത്തേക്ക് വെടിവെച്ചു, ജനങ്ങളെല്ലാം മൂടിപ്പോകുന്നു, അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. അവര് ഇപ്പോൾ ആ പോലീസുകാരുടെ വീഡിയോ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ മാന്യമായിട്ടാണ് സുഗതനെ കൊണ്ടുവന്നത്. ഇപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് കോടതി വിധിയാണ്, കോടതി വിധിയാണ്, കോടതി വിധിയാണ്, മാറിത്തരണം. പക്ഷെ ഇവരെല്ലാം കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള വാശിയിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരാള് കൗൺസിലർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേയർ എന്താണ് പറഞ്ഞത്? സുഗതൻ കാപ്പ കേസ് പ്രതിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പോലീസ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനു മുമ്പിട്ട് സുഗതനെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം ചോദിച്ചത്, സുഗതൻ കാപ്പ കേസ് പ്രതിയാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? നിങ്ങൾ തെളിവ് കൊണ്ടുവരും. എന്തിനാണ് തെളിവ് മേയറെ കാണിക്കേണ്ടത്? പോലീസിന്റെ പണിയല്ലേ, പോലീസ് കോടതിയിൽ കാണിച്ചോളൂ. കോടതി പിന്നെ എന്തിനാണ്? കോടതിയാണോ മേയർ? സ്വാഭാവികമായിട്ടും മേയറല്ല, എല്ലാ കാര്യങ്ങളും മേയർക്കറിയാം. ഒന്ന്, സുഗതൻ എന്ന് പറയുന്നത് BJP കൗൺസിലറാണ്, വട്ടിയൂർക്കാവിൽ നിന്നുള്ള BJP കൗൺസിലറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഗതനെതിരെ പ്രതിരോധിച്ചേ പറ്റത്തുള്ളൂ. കാരണം മേയറാണല്ലോ, തൻ്റെ ഒരു അംഗം കൂടിയാണ്. അപ്പം പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ക്ഷീണം എന്ന് പറയുന്നത് ഗുണ്ടകളെയൊക്കെ കൗൺസിലറാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള വിമർശനം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അദ്ദേഹം ചെയ്തൊരു പ്രതിരോധിക്കാൻ മാത്രമായിരുന്നു. അപ്പോൾ സുഗതനെ സംബന്ധിച്ച് ഒരുപാട് കേസുകളുണ്ട്. ഈ കേസുകളെല്ലാം ഒരു കൗൺസിലർ, നമുക്കറിയാം ഇപ്പോൾ ഞാനും കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി പോയിട്ടുള്ളതാണ്. രാഷ്ട്രീയ കേസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് ക്രിമിനൽ കേസിലേക്ക് എത്തുന്നത് എപ്പോഴാണെന്നറിയാം. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു സംഘർഷമാണെങ്കിൽ അത് രാഷ്ട്രീയ സംഘർഷമായിട്ടാണ് എടുക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമാണ് പലപ്പോഴും ക്രിമിനൽ കേസുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ സുഗതനെതിരെയുള്ളത് ക്രിമിനൽ കേസുകളാണ്. അത് പലതും ഇത്തരത്തിലുള്ള ഗുണ്ടാപ്പണി ചെയ്തതിന്റെ പേരിലാണ്. ഭീഷണിപ്പെടുത്തൽ. ഇപ്പോൾ നമുക്കറിയാം, ചില രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു ഗുണ്ടകളെ പോലെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അടിക്കുക, ഇടിക്കുക, അങ്ങനെ ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. സുഗതനും അത്തരത്തിലുള്ള ഒരാളായിരിക്കാം. അല്ലാതെ പിന്നെ എങ്ങനെയാണ് അയാൾക്കെതിരെ കാപ്പ കേസ് പ്രതിയാവുന്നത്? അപ്പോൾ എന്താണെങ്കിലും
ശ്രീലേഖ IPS ആലോചിക്കേണ്ടത് നിങ്ങളും കുറച്ചുനാൾ പോലീസിലായിരുന്നു, പോലീസ് സേനയിലെ അഭിമാനമായിരുന്നു നിങ്ങൾ ആ കാലഘട്ടത്തിൽ. അപ്പോൾ നിങ്ങൾ തന്നെ പോലീസിനെതിരെ തിരിഞ്ഞു വരുമ്പോൾ അത് ഈ ജനാധിപത്യത്തെ വെല്ലുവിളിക്കലാണ്. നിങ്ങൾ ഇരുന്ന പദവി, അതായത് ശ്രീലേഖ, അതേപോലെ സെൻകുമാർ, ഇവരെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. കേരള പോലീസിനെ ഏതോ പാർട്ടി ആളുകളായിട്ട്, പാർട്ടി അംഗങ്ങളായിട്ട് മാത്രമാണ് കാണുന്നത്. ഇവരൊന്നും പാർട്ടിക്കാരല്ലല്ലോ. ഇപ്പോൾ എല്ലാ പോലീസ് സംഘടനയ്ക്കുള്ളിലും ഓരോ സംഘടന ഉണ്ടാവും. BJPയുടെ സംഘടന ഉണ്ടാവും, CPMന്റെ സംഘടന ഉണ്ടാവും, കോൺഗ്രസിന്റെ സംഘടന ഉണ്ടാവും. അപ്പോൾ പോലീസിലെല്ലാം ഇത്തരത്തിലുള്ള സംഘടനയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സംഘടനകൾക്കെല്ലാം അപ്പുറത്താണ് പോലീസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം എങ്ങനെയായിരുന്നു പോലീസ്, അതിന് വിപരീതമായിട്ടാണ് ഈ 1 മാസം കൊണ്ട് നമ്മൾ കണ്ടതാണ്. 10 കൊല്ലം ലഹരിക്ക് വേണ്ടിയിട്ട് പോലീസ് എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 10 കൊല്ലത്തിന് ശേഷം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി വന്നതിന് ശേഷം കേരളത്തിലെ പോലീസ് എങ്ങനെയാണ് ആക്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ് ഓരോ വിഷയത്തിലും. അപ്പോൾ കേരള പോലീസിന് അവരുടെ ജോലി ചെയ്യാനുള്ള എല്ലാവിധ അനുമതികളും ഒരു സർക്കാർ സംവിധാനം ഒരുക്കി കൊടുക്കുമ്പോൾ അവരെ അനുമോദിക്കുകയാണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിന് പകരം പോലീസിന്റെ അവരുടെ പ്രവർത്തനത്തെ തടയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ശ്രീലേഖയെ പോലുള്ള ആളുകൾ. അപ്പോൾ അവർ പറയുന്ന, അവരുടെ പോസ്റ്റിൽ പറയുന്നത് CPMന്റെ വലിയ ഗുണ്ടാപ്പണികളായിരുന്നു ഈ 10 കൊല്ലക്കാലം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഗുണ്ടകളെ നേരിടാൻ വേണ്ടിയിട്ടാണ് സുഗതൻ ഒരു ഗുണ്ടയായി മാറിയത് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഒരു പറയുന്നതിനൊരു മാന്യത വേണ്ടേ? 10 കൊല്ലക്കാലം ഇവിടെ ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു. അതുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഗുണ്ടയായതാണ്. അപ്പോൾ മറ്റേ KGF സിനിമയിലൊക്കെ പറയുന്നത് പോലെ അവരുടെ മനസ്സിൽ ഗുണ്ടയായിരുന്നവൻ മറ്റുള്ളവരുടെ മനസ്സിൽ നായകനായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് സുഗതനെ നായകനാക്കാൻ ശ്രമിക്കുകയാണ്. ഗുണ്ട എന്ന് പറഞ്ഞാൽ ഗുണ്ട തന്നെയാണ്. കാപ്പ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് കേസുകൾ വന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ വന്ന കേസുകളാണ് ഇത്. പക്ഷെ അങ്ങനെയുള്ള കേസുകളല്ല. കോടതി പറഞ്ഞതിന്റെ പേരിലാണ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കോടതിയാണ് തീരുമാനിക്കുന്നത് അയാൾ ഗുണ്ടയാണോ അല്ലയോ എന്ന്. BJPയിൽ ചേർന്നതിന് ശേഷം ശ്രീലേക്ക് മൊത്തം പോയി. ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ കണ്ടായിരുന്നു പോടാ പുല്ലേ പോലീസേ എന്നുള്ള രീതിയിലുള്ള വാക്കുകളും ഒക്കെ. ഇപ്പൊ ഒരു സഹപ്രവർത്തകർ, അതായത് തന്റെ നേരത്തെ സഹപ്രവർത്തകരായിരുന്നല്ലോ, അവരെ ഉപദ്രവിച്ചതിന്റെ പേരിലാണ് അവർ വെടിവെക്കേണ്ടി വന്നത് മുകളിലേക്ക്. അതൊന്നും നോക്കുന്നില്ല. അപ്പൊ തനിക്കറിയാം എന്താണ് പോലീസിനുള്ള പ്രൊസീജിയേഴ്സ്, എന്താണ് അവർക്ക് എപ്പോൾ വെടിവെക്കാം, എല്ലാം അവർക്കറിയാം. ഇത്രയൊക്കെ അറിഞ്ഞിരുന്നിട്ടും ഈ BJPയിലോട്ട് ചേർന്നപ്പോഴത്തേക്ക് ഇതെല്ലാം മറന്നുപോയെന്നാണ് തോന്നുന്നത്. അതെ, അതായത് ഒരു സംഘടനയിലേക്ക് ചെന്നതിന് ശേഷം അവരെല്ലാം മറന്നു. ഇപ്പൊ സെൻകുമാർ ആണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് CPMനെയും കോൺഗ്രസിനെയും വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരയായിരിക്കും നിങ്ങൾ നോക്കിയിരുന്നോ, അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്ക് മന്ത്രിസഭ വരും, ഇവിടെ BJP ആയിരിക്കും തീരുമാനിക്കാൻ പോകുന്ന ആരധികാരത്തിൽ വരണമെന്ന് എന്നൊക്കെ പറഞ്ഞത് സെൻകുമാറാണ്. ഇവിടുത്തെ പോലീസുകാരെ നിങ്ങൾ സൂക്ഷിച്ചോ, ഞങ്ങളായിരിക്കും ഇതെല്ലാം നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവരെയൊക്കെ സംബന്ധിച്ച് ഒരു പാർട്ടിയിലെത്തിയതിനു ശേഷം അവരിരുന്ന പദവിയെ മറക്കുന്നൊരു സമീപനമാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ നേരത്തെയൊക്കെ രാഷ്ട്രീയക്കാർ ഇപ്പം നേരത്തെ പാർട്ടി ആയിരുന്നെങ്കിൽ ചിലപ്പം ഈ BJP പ്രവർത്തകനെ ഇപ്പം അറസ്റ്റ് ചെയ്യാൻ ഒരു ഭയം ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ ഇപ്പം നമ്മുടെ ആഭ്യന്തരമന്ത്രി പോലും പോലീസിനെ അഭിനന്ദിച്ചു. അതിനെതിരെ സംസാരിക്കാനൊന്നും വന്നില്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞു അവർക്ക് അഭിനന്ദനാർഹമാണ് എന്ന്. ശരിക്കും ഈ 1 മാസം കൊണ്ട് പോലീസ് സേനയെ മൊത്തത്തിൽ അങ്ങ് മാറ്റിമറിച്ചല്ലേ? പോലീസ് സേന അവരുടെ ജോലി ചെയ്യാൻ വിട്ടുകൊടുത്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. അതാണ് രമേശ് ചെന്നിത്തലയുടെ സ്റ്റാൻഡ്. അതാണ് കേരളത്തിനും വേണ്ടത്.